ഹായ് ഹലോ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലെ ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ റിക്രൂട്ട്മെന്റിന്റെ നിലവിലത്തെ സാഹചര്യങ്ങൾ ഞാൻ മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയാം. എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇവിടെയുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും ധാരാളം വേക്കൻസികൾ നിലവിലുണ്ടെങ്കിലും ആ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ മാത്രമുള്ള റിക്രൂട്ട്മെന്റുകളൊന്നും ഇതുവരെ നടക്കുന്നില്ല. HSCയുടെ ഭാഗത്തു നിന്ന് ചില സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്താലും അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളാണെങ്കിൽ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് അതല്ലെങ്കിൽ യൂറോപ്യൻ ട്രെയിൻഡ് ആയുള്ള നേഴ്സസ് ഇവരെയാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ അവരുടെ ഈ ക്രൈറ്റീരിയ മുമ്പുള്ളതിനേക്കാൾ ഉയർത്തിയതുകൊണ്ട് പലർക്കും ഇന്റർവ്യൂ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഡിസിഷൻ ലെറ്ററിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു ഇന്റർവ്യൂ കിട്ടി ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് അടക്കം നഴ്സിംഗ് ഹോമിലേലും ഒക്കെ ഒരു ഇന്റർവ്യൂ കിട്ടുമോ, അതിന്റെ ഇൻഫർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നഴ്സിംഗ് ഹോമിലേക്ക് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നെങ്കിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും അയർലൻഡ് സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ചാനലിലൂടെ മെയിനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ചാനലുകാർ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുൻകാലങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ മിഡിൽ ഈസ്റ്റൊക്കെ വർക്ക് ചെയ്തിരുന്നവർ നഴ്സിംഗ് ഹോമുകൾ ചൂസ് ചെയ്തിരുന്നില്ല. HSC ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളായിരുന്നു ജോലിക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ HSCയുടെ ഭാഗത്തുള്ള റിക്രൂട്ട്മെന്റുകൾ കോഡിലായതുകൊണ്ട് തങ്ങളുടെ ഡിസിഷൻ ലെറ്ററിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എങ്ങനെയും ഇവിടെ എത്തിപ്പെട്ടാനുള്ള ശ്രമത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഇപ്പോൾ നഴ്സിംഗ് ഹോമുകളെ ആശ്രയിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇനി നഴ്സിംഗ് ഹോമിലേക്കുള്ള ഇന്റർവ്യൂ ആകട്ടെ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂകളൊന്നും നാട്ടിൽ നിന്നാണേലും മറ്റുമൊന്നും നടക്കുന്നില്ല. അതിന്റെ കാരണങ്ങളിലൊന്ന് HSCയുടെ ഭാഗത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഹോൾഡാണ്. കാരണം ഇവിടെ നിലവിലെ നഴ്സിംഗ് ഹോമുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പലരും HSCയുടെ ഒക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ഷൻ ആയിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ സെലക്ഷൻ ആയിട്ടുള്ളവർ നിരവധി പേര് വെയിറ്റിംഗിലാണ്. അപ്പോൾ ഈ സെലക്ഷൻ ആയിട്ടുള്ളവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോമിലൊക്കെ നിരവധി വേക്കൻസികൾ ഉണ്ടാകും. അതനുസരിച്ച് നഴ്സിംഗ് ഹോമിലേക്ക് മറ്റുമൊക്കെയുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കാനും ചാൻസ് ഉണ്ട്. നഴ്സിംഗ് ഹോമിലേക്കൊന്നും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നില്ലെന്നല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ മാത്രമാണ് നടക്കുന്നത്. ഈ സാഹചര്യം മുതലാക്കി ഇവിടുത്തെ നഴ്സിംഗ് ഹോമിലേക്കൊക്കെയുള്ള ജോലികൾക്കായിട്ട് ഏജൻസികൾ 8 ലക്ഷം രൂപ വരെയൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും പല ഏജൻസികളെയും കോൺടാക്ട് ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഉണ്ടായ അനുഭവങ്ങൾ കൂടി കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് ജോലി നോക്കുന്നവർക്ക് ഉപകാരപ്രദമാകും. പിന്നെ ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത് യൂറോപ്യൻ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിനെയാണ് കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. മെയിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ അഡ്വർടൈസ്മെന്റിൽ പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടുതലും പ്രിഫർ ചെയ്യുന്ന യൂറോപ്യൻ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിനെയാണ്. കാരണം ഇവിടുത്തെ സാഹചര്യമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന സ്റ്റാഫിനെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ യൂറോപ്യൻ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിനെ ചൂസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാകാം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഏത് നിമിഷവും മാറാം. ഇവിടുത്തെ നഴ്സിംഗ് ഹോമിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികൾ ഏതാണെന്നുള്ള എൻക്വയറികളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. റിക്രൂട്ട്മെന്റ് ഏജൻസികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതോടൊപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ അയർലൻഡിൽ വിവിധ നഴ്സിംഗ് ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. അവരെ കോൺടാക്ട് ചെയ്തിട്ട് നഴ്സിംഗ് ഹോം ഏത് ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏജൻസിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അവർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേക്കൻസി വരുമ്പോൾ നിങ്ങൾ സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. നഴ്സിംഗ് ഹോമുകളുടെ പേരിൽ ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് സ്കാമുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി അഡ്വർടൈസ്മെന്റുകൾ നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് ക്യാഷ് പേയ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ശരിയായ രീതിയിൽ അന്വേഷിക്കുക നഴ്സിംഗ് ഹോം ഉള്ളതാണോ, ഇവിടെ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി അവർക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജെനുവിനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് തുടർ നടപടികളിലേക്ക് കിടക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം ഇവിടെയുള്ള നഴ്സിംഗ് ഹോമുകളുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നേഴ്സായിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുത്തെ നഴ്സിംഗ് ഹോമുകളുടെ ഒരു ലിസ്റ്റാണ് data.gov.in അയർലൻഡിലെ നാഷണൽ ഡാറ്റ പോർട്ടലാണ്. പോർട്ടലിൽ അയർലൻഡിലെ നഴ്സിംഗ് ഹോമുകളുടെ ഒരു ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ പോയിട്ട് നഴ്സിംഗ് ഹോം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ പോയിട്ട് ജോബ് ലിസ്റ്റിംഗ്സ് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ വേക്കൻസികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ കൺസിഡർ ചെയ്യുന്നതാണ്. ഈ നഴ്സിംഗ് ഹോമുകളുടെ ലിസ്റ്റ് ആവശ്യമുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഇത് ടോപ്പിക്കായിട്ട് കാണാം.